ഇന്നത്തെ വീഡിയോ നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ കേടായിരുന്നു കുറച്ച് നാളായി. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആമസോണിൽ നിന്ന് സാംസങ്ങിൻ്റെ 9 kg വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തേക്കുവാണ്. അതിപ്പോൾ ഡെലിവർ ആവുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. സോ അതാണ് നമ്മൾ മുറ്റത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതൊരു റിവ്യൂ പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് അവരുടെ സർവീസും അതുപോലെ ഡെലിവർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. സോ നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. ഗേറ്റ് ഓപ്പൺ ചെയ്തേക്കളെ. ഞാൻ അതാണ് പറഞ്ഞത്, ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ. അത് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ റംബൂട്ടാൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ വലയിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുരങ്ങിൻ്റെ ശല്യമുണ്ടേ. അതുകൊണ്ട് നമ്മൾ റംബൂട്ടാൻ ഇതുപോലെ ഇങ്ങനെ വലയിട്ട് വെച്ചേക്കുക. കുരങ്ങിന് കുറച്ചും കൂടി പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള കളേഴ്സാണ്. ഇത്തവണത്തെ റംബൂട്ടാൻ ഹാർവെസ്റ്റിംഗ് നമുക്ക് വീഡിയോ ചെയ്യണം. We are so happy and excited because our washing machine is on the way. Our washing machine has arrived. സോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. Wow, that's nice. Great. Jeans, energy saving range from bedding, baby care, delicates. Yeah. പിന്നെ ഇവിടെ 3 ഹോൾ വരുന്നുണ്ട്. അതായത് നമുക്ക് സോഫ്റ്റ്നർ ഐറ്റംസ്, കംഫർട്ട്, സ്റ്റിഫായിട്ട്, അതുപോലെ തുണിക്ക് മണം വരാൻ വരുന്ന ലിക്വിഡ് ഐറ്റംസ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഹോളായതുകൊണ്ട് ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചാൽ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അത് ഫസ്റ്റ് നമ്മളൊരു വാഷിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, താഴോട്ട് പ്രസിഡന്റ് എടുക്കാൻ. അതായത് ലിൻഡ് ഫിൽറ്റർ, നമ്മൾ ഈ പൊട്ടിപ്പോകുന്ന നൂല്, ബാക്കി ഡ്രസ്സിന്റെ വേസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഇതിലായിരിക്കും വരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ക്ലീൻ ചെയ്യണമെന്നില്ല, ഒരാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പിടിപ്പിച്ച ഡ്രസ്സ് ഇടില്ലേ, സ്റ്റോൺ വർക്ക് ചെയ്ത ഡ്രസ്സ്, അത്. പിന്നെ വരുന്നത് ബെഡിങ്, ബെഡ്ഷീറ്റുകൾ വാഷ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ബേബിക്ക്, അതായത് കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ കഴിവാണ്. വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു QR കോഡ് വരുന്നുണ്ട്, അത് സ്കാൻ ചെയ്ത് കൊടുത്താൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബെഡ്ഷീറ്റ് ഇട്ട് നോക്കണം ഗൈസ്. ആദ്യം ബെഡ്ഷീറ്റ് ഫിൽ ചെയ്യാം. സോ ബെഡ്ഷീറ്റ് ഇടുവാണ്. കളർ സോ നമ്മൾ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രയൽ നോക്കാം. ഇത് നമ്മുടെ ഇങ്ങനെ വയ്ക്കല്ലേ. നമുക്ക് ബെഡ്
സൗണ്ട് ഇല്ലെങ്കിൽ ഒട്ടും സൗണ്ടില്ല. ബെഡിങ് ഓപ്ഷനാണ്, ഒരു വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലേ. ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് തിരിക്കാം. സോ കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വിരിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം 3 weeks ആയിട്ടുണ്ട്. സോ ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതുപോലെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നോർമൽ വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും 1 hour ആണ്. 1 hour കുറച്ച് മിനിറ്റ്സും കൂടി എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ വേറെ സൗണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, വൈബ്രേഷനൊന്നും അധികം ഇല്ല. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കിട്ടുന്നുണ്ട്, അതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് 9.2 kgൻ്റെ ഇത് 9 kgൻ്റെ വാഷിംഗ് മെഷീനാണ്. പിന്നെ നമ്മൾ വൈഫൈ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് നോക്കുക, വീഡിയോയിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.